ചിറ്റപ്പ, ചാരു അവിടെ ആയിരപ്പുറം നിൽക്കുന്നത് തന്നെയാ നല്ലത്. അവള് നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ചിറ്റപ്പനും അപ്പച്ചിക്കും ദേ ഈ കല്യാണത്തിനോ ചാരു അവിടെ നിൽക്കുന്നതിലോ ഒരു എതിർപ്പും ഇല്ലാന്ന് എല്ലാവർക്കും തോന്നണം. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? സഞ്ജു, ചിറ്റപ്പനൊക്കെ ഈ കല്യാണത്തിനെതിരാണെന്നറിഞ്ഞാ അവര് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോ നമുക്ക് പണി കൂടും. ചിലപ്പോ നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും നടന്നില്ലെന്നും വരും. അത് ശരിയാണെന്ന് എനിക്കും കുഞ്ഞുമോക്കും തോന്നിയിരുന്നു. അതുകൊണ്ടാ അവളെ വീട്ടിലേക്ക് വിട്ടിട്ട് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഈ സഞ്ജന നീ എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എങ്ങോട്ട് പറഞ്ഞു വിട്ട്? എന്റെ വീട്ടിലേക്ക്. അത് നിനക്കെന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ? ചിറ്റപ്പ, ഞാനൊരു ബിസിനസ്സുകാരനാ. ചതി ഏത് ഭാഗത്തുനിന്നാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ ഈ കല്യാണം എങ്ങനെ മുടക്കാനാ പ്ലാൻ? കെട്ടാൻ പോകുന്ന ചെറുക്കനില്ലാതായ പിന്നെ എങ്ങനെ കല്യാണം നടത്തും ചിറ്റപ്പ? ബാക്കുട്ടാ, നീ കടുകയൊന്നും ചെയ്യലേടാ. നീ എന്നെ കൂട്ടുപ്രതിയാക്കിയ ഞാൻ വീണ്ടും ജയിലിലോട്ട് പോവേണ്ടി വരും. ഒരു കടുകയില്ല ചിറ്റപ്പ. അവനെ കൊല്ലാനൊന്നും എനിക്കുദ്ദേശമില്ല. കല്യാണ മണ്ഡപത്തിൽ ചാരുവിനെ കെട്ടാൻ ചെക്കനില്ലാതാവുമ്പോ ചിറ്റപ്പൻ ചാരുവിന്റെ യഥാർത്ഥ അച്ഛനായി മാറും. എന്നിട്ട് ചാരുവിനെ ദേ ഈ കയ്യില് പിടിച്ചു തരണം. അത്രയും ചെയ്താ മതി. അതെങ്ങനെയല്ലേടാ ഞാൻ ചെയ്യൂ? സഞ്ജു, ഞാൻ ചാരുവിന്റെ കഴുത്തിൽ താലി കിട്ടുന്നിടം വരെ നീ ആയിരപ്പുറ വീട്ടിലും മണ്ഡപത്തിലും ഉണ്ടാവണം. നീ അവിടെ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി. എന്നാ ശരി, ചിറ്റപ്പൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ദേ ചാരുവിന്റെ എന്റെയും കല്യാണം നടന്നിരിക്കും. ചെല്ലിട്ടപ്പാ, ഞാനല്ലേ പറയുന്നേ. ചാരുമോളെ, വീണ്ടും ചാരുവിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ വന്നതാണോ? അല്ല മോളെ, ചാരുമോള് ഇപ്പോഴേ ആയിരപ്പറയിലെ പെണ്ണായില്ലേ. അത് മാത്രമല്ല, ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ചടങ്ങോ? എന്ത് ചടങ്ങാ ബാലമാമൻ? ആയിരപ്പറയിൽ വലതുകാല് വെച്ച് വരുന്ന മൂത്ത മരുമകൾക്കായിട്ട് പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ച ആഭരണങ്ങൾ കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. അത് കൊള്ളാലോ. അങ്ങനെ പല തറവാട്ടിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ടോ? ചടങ്ങെന്ന് പറയുമെങ്കിലും ഇതൊരു അധികാര കൈമാറ്റം പോലെയാ. ഈ തറവാട്ടിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം ഇപ്പൊ അത് ഹേമയ്ക്ക് മാത്രമുള്ളതാ. ഇനി അത് ചാരുമോൾക്കും കൂടി ഉള്ളതാ. ഈ ആഭരണങ്ങള് ഹേമ തന്നെ ആയിരിക്കും കൈമാറുന്നത്, അല്ലേ ഹേമേ? അതെ, മാഷ് പറഞ്ഞാ മതി. അതൊന്നും വേണ്ട ബാലമാമേ. ഇവരെല്ലാരും എന്നെ ആയിരപ്പറയിലേക്ക് സ്വീകരിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്. അത് പറഞ്ഞാ പറ്റില്ല. ബാലമാമ തന്നെ പറഞ്ഞില്ലേ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. അതിന് മുടക്കം വരാൻ പാടില്ല. ഈ ചേച്ചി അല്ലേലും ഇങ്ങനെ പറ ചേച്ചി, ഒന്നിനും സമ്മതിക്കില്ല. എനിക്ക് ഈ ആഭരണങ്ങളൊന്നും ഇട്ട് നടക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ടാ പാറു. ആഭരണങ്ങൾ കല്യാണ ദിവസം മാത്രം ഇട്ടാ മതി. പക്ഷെ അത് കഴിഞ്ഞ് മുളക് സൂക്ഷിച്ചു വെക്കണം, അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നവരെ.